ഹലോ, ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു മലബാർ സ്പെഷ്യൽ ഐറ്റമാണ്. അത് നമ്മൾ തലശ്ശേരിക്കാരെ എങ്ങനെയാണ് വെക്കുക എന്നുള്ളതാണ് ഞാനിപ്പോൾ ഇതിൽ കാണിച്ചു തരുന്നത്. നമ്മുടെ മലബാർ സ്പെഷ്യൽ കക്കറൊട്ടിയാണിത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇത് ചെയ്യാമെന്നുള്ളത് വീഡിയോ കാണാം. അപ്പോൾ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം തന്നെ നമുക്കൊരു ബീഫ് കറി തയ്യാറാക്കണം. അതിനായിട്ട് ഒരു കുക്കറിൽ 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതേപോലെ തന്നെ 1.5 ടേബിൾ സ്പൂൺ മുതൽ 2 ടേബിൾ സ്പൂൺ വരെ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. സാധാരണ നിങ്ങൾ എങ്ങനെയാണോ ബീഫ് കറി ഉണ്ടാക്കാറ് അതേപോലെ തന്നെ ചെയ്താൽ മതി. ഞാൻ ഈ ഒരു ഐറ്റത്തിന് വേണ്ടി ഇങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കൽ. അപ്പോൾ പച്ചമണം മാറുന്നത് വരെ പൊടികളൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിപ്പോൾ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു വലിയ സവാള അരിഞ്ഞത്, ഒരു 4 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മസാലേൻ്റെ കൂടെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക, നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. സാധാരണ നമ്മൾ ഉള്ളി വഴറ്റിയതിൻ്റെ ശേഷമാണ് മസാല ഇടാറ്. പക്ഷേ ഈ ഒരു ഐറ്റം ഉണ്ടാക്കുമ്പോൾ ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കി നോക്കാറ്. നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതുകൂടി നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഇവിടെ ഇപ്പോൾ സവാള ഏകദേശം നല്ലോണം വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി തക്കാളി കൂടി നല്ലോണം ഇതിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇനി ഇതെല്ലാം കൂടി വെന്ത് കിട്ടിയാൽ നമുക്കിതിലേക്ക് നമ്മുടെ ബീഫ് ആഡ് ചെയ്യാം. ബീഫ് ആഡ് ചെയ്യുമ്പം ബീഫ് ചെറിയ പീസസ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. അതിന് മുന്നേ ഞാൻ 1/2 ടീസ്പൂണോളം ഗരം മസാല പൊടി കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഗരം മസാല പൊടി കൂടി ആഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ബീഫ് ആഡ് ചെയ്ത് കൊടുക്കാം. ബീഫാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ചിക്കൻ വേണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷേ ഈ ഒരു ഐറ്റത്തിന് ഏറ്റവും ബെസ്റ്റ് ബീഫ് എടുക്കുന്നതാണ്. അപ്പോൾ ബീഫ് ചെറിയ പീസസായി കട്ട് ചെയ്ത് എടുക്കണം ഈ ഒരു വലിപ്പത്തിൽ. അപ്പോൾ വലിയ പീസായി ഇട്ടാൽ ഒരു ടേസ്റ്റ് ഇല്ലാത്ത പോലെയാണ്. അപ്പോൾ ഇങ്ങനെ എടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഈ ഒരു ബീഫും കൂടി നമുക്ക് ഈ മസാലയിൽ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാൻ ഇതിപ്പോൾ എല്ലാം നല്ലോണം ബീഫിലേക്ക് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു ഹാൻഡ് ഫുള്ള് മല്ലിയില ഇട്ട് കൊടുക്കുക. മല്ലിയില കൂടിയാലൊന്നും കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടാവും. അപ്പോൾ ഇതും കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിൽ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ബീഫ് ഒന്ന് വേവിച്ചെടുക്കാം. ബീഫ് ഓരോരുത്തർ കുക്കറിൽ എത്ര വിസിൽ അടിച്ചിട്ടാണോ വേവിക്കാറ് ആ ഒരു രീതിയിൽ വേവിച്ചെടുക്കുക. അല്ലാന്നാണെങ്കിൽ 20 മിനിറ്റ് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടാലും ബീഫ് വെന്ത് കിട്ടും. അപ്പോൾ ഞാനിത് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ച് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. വെള്ളം ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമുക്ക് ഗ്രേവി കുറച്ച് ആവശ്യത്തിന് വേണം, എന്നാൽ ബീഫ് വെന്തും കിട്ടണം. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനി ഇത് അടച്ച് വെച്ചതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു 20 മിനിറ്റ് വേവിച്ചെടുക്കാം. ബീഫ് വേവുന്ന സമയം കൊണ്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് 1/2 മുറി തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ 6 ടേബിൾ സ്പൂണോളം തേങ്ങ എടുക്കാം. അതിലേക്ക് 8 ചെറിയ ഉള്ളി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ. അതേപോലെ തന്നെ 1.5 ടേബിൾ സ്പൂണ് പെരിഞ്ജീരകം ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് തേങ്ങ മുങ്ങി നിൽക്കുന്ന രീതിയിലുള്ള വെള്ളം ഒഴിച്ച് ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുക്കുക. ഒരിക്കലും പേസ്റ്റ് പോലെ ആക്കരുത്, ജസ്റ്റ് ഒന്ന് ഒതുങ്ങി കിട്ടിയാൽ മതി. അപ്പോൾ ഇത് തേങ്ങ ഞാൻ ജസ്റ്റ് ഒന്ന് ഒതുക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 2 കപ്പ് അരിപ്പൊടിയാണ് എടുത്തത്. ആ അരിപ്പൊടിയിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ച, അതായത് ജസ്റ്റ് ഒന്ന് ഒതുക്കി വെച്ച തേങ്ങ ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കണം. കുഴച്ച് നല്ല സോഫ്റ്റായി എടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ആമീസിൻ്റെ റൈസ് പൗഡറാണ് എടുത്തത്. നിങ്ങൾ പത്തിരീൻ്റെ പൊടി, ഏത് പൊടിയാണ് എടുക്കുന്നതെന്ന് വെച്ചാൽ പത്തിരിപ്പൊടി എടുക്കുന്നതെങ്കിൽ നിങ്ങൾ ഇടിയപ്പത്തിന് കുഴക്കുന്നത് പോലെ നല്ല ചൂടുള്ള വെള്ളത്തിൽ കുഴച്ചെടുക്കണം. ഇതിപ്പോൾ ഞാൻ ആമീസിൻ്റെ പൊടി ആയതുകൊണ്ടാണ് പച്ചവെള്ളത്തിൽ കുഴച്ചെടുക്കുന്നത്. വറുത്ത സാധാ അരിപ്പൊടിയാണെങ്കിൽ നിങ്ങൾ ചൂടുവെള്ളത്തിൽ തന്നെ കുഴച്ചെടുക്കുക. ഇത് നമുക്ക് പുഴുങ്ങലരി കൊണ്ടും പുതിർത്തി വെച്ച് ഇതേപോലെ തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇത് കുഴച്ചെടുക്കട്ടെ. അപ്പോൾ ഇത് ഈ ഒരു പരുവത്തിലാണ് നമുക്കിത് കുഴച്ച് കിട്ടേണ്ടത്. ആ ഒരു പരുവം വരെ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നിങ്ങൾ കുഴച്ചെടുക്കുക. നമ്മൾ അരി കുറച്ച് സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കണം. അതായത് നമ്മുടെ പാത്രത്തിൽ ഒട്ടിപ്പിടിക്കരുത്, കൈമേലും ഒട്ടിപ്പിടിക്കരുത്. ആ ഒരു രീതിക്ക് കുഴച്ചെടുക്കാം. ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമ്മൾ നേരത്തെ അടിച്ചെടുത്ത ആ മിക്സിയുടെ ജാറിൽ തന്നെ വീണ്ടും ഒരു 6 ടേബിൾ സ്പൂണോളം തേങ്ങ എടുക്കുക, കുറച്ച് കറിവേപ്പില, 4 അല്ലി വെളുത്തുള്ളി, 5-8 ചെറിയുള്ളി, പിന്നെ വീണ്ടും 1.5 ടേബിൾ സ്പൂണോളം പെരിഞ്ജീരകം ഇട്ടതിന് ശേഷം നേരത്തെ നമ്മൾ ഒതുക്കിയെടുക്കുകയായിരുന്നു ചെയ്തത്. ഇത് കുറച്ച് ഫൈൻ പേസ്റ്റായിട്ട് അടിച്ചെടുക്കുക. ഇതിൽ ആവശ്യത്തിന് തേങ്ങ മുങ്ങി നിൽക്കുന്നതിലും കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം അടിച്ചെടുത്ത് കൊണ്ടുവരാം.
അപ്പം ഞാനിത് ഇവിടെ അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ഭയങ്കര ഫൈനായി പോവുകയും ചെയ്യണ്ട, ആ ഒരു രീതിയിൽ അടിച്ചെടുക്കുക. ഇനിയിപ്പോൾ നമ്മുടെ ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളെ ബീഫ് കറി നല്ല അടിപൊളിയായി റെഡി ആയിട്ടുണ്ട്. കറക്റ്റ് വെള്ളമാണ് ഇപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച അരി എടുത്ത് വെക്കാം. ഇനി ഇതേപോലെയുള്ള ഒരു സ്റ്റീൽ പ്ലേറ്റ് എടുത്തതിന് ശേഷം അതിൻ്റെ മേലെ കുറച്ച് ഓയിൽ കൊണ്ടൊന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. ഓയിലോ ബട്ടറോ എന്ത് വേണമെങ്കിലും ചെയ്യാം. അതൊന്ന് ഗ്രീസ് ചെയ്തെടുക്കുക. ഗ്രീസ് ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം നമ്മുടെ കയ്യിലേക്കും കുറച്ച് ഓയിൽ തടവി കൊടുക്കാം. അതിനുശേഷം നമ്മുടെ അരിയിൽ നിന്നും കുറച്ചെടുത്ത് ഇതേപോലെ നീളത്തിൽ ഉരുട്ടിയെടുക്കുക. ഇതേപോലെ നമ്മളെ കൈപ്പത്തിയിൽ വെച്ച് നീളത്തിലൊന്ന് ഉരുട്ടിയെടുക്കാം. ഇനി ഓരോ ചെറിയ ഉരുളകളാക്കി നമുക്ക് കൈപ്പത്തിയിലിട്ട് ഉരുട്ടാം. അതിനുശേഷം ഇതിൻ്റെ നടുവിൽ ഇതേപോലെ വിരൽ വെച്ചൊന്ന് അമർത്തുക. ഇതാണ് നമ്മുടെ റെസിപ്പിയുടെ ഒരു ഷേപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളിത് തയ്യാറാക്കി എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വലിയ വലിയ ഉരുളകളാക്കി എടുക്കാൻ പാടില്ല. ഈ ഒരു സൈസിൽ അല്ലെങ്കിൽ ഇതിലും ചെറുതായി എടുക്കാൻ വേണ്ടി ശ്രമിക്കണം. അപ്പോൾ ഇതാ ഞാനിത് കംപ്ലീറ്റ് ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് മാത്രമാണ് ഇതിൽ കുറച്ചൊരു പണി എന്ന് പറയാനുള്ളത്. പണി വിചാരിച്ചിട്ട് നിങ്ങളിത് വലിയ ഇതാക്കിയിട്ട് എടുക്കാൻ പാടില്ല. ഇതിൽ മസാല പിടിക്കൂല. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ ചെയ്തെടുക്കുക. ഇനി നമുക്കിത് മാറ്റി വെക്കാം. അപ്പോൾ ഇനി നമ്മുടെ അരി വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഇഡ്ഡലി പാത്രമാണ് എടുത്ത് വെച്ചത്. സ്റ്റീമർ ആയാലും മതി. അതിൻ്റെ മേലെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു അരി വെച്ച് കൊടുക്കാം. അതിനുശേഷം അടച്ച് വെച്ചതിന് ശേഷം 10 മിനിറ്റ് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇതൊന്ന് വേവിച്ചെടുക്കാം. 10 മിനിറ്റിന് ശേഷം ഞാനിത് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. നമ്മുടെ അരി നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതൊന്ന് തൊട്ട് നോക്കിയാൽ പറ്റാത്ത രീതി കിട്ടിയാൽ അത് വെന്ത് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇത് മാറ്റി വെക്കാം. ഇനി നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു പാനിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണോളം ഗീ ആഡ് ചെയ്ത് കൊടുക്കാം. ഓയിലായാലും മതി, ഗീ ഇട്ടാലാണ് ടേസ്റ്റ്. അപ്പോൾ കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് നേരത്തെ നമ്മൾ അരച്ച് വെച്ച തേങ്ങയുടെ അരപ്പ് കൂടി അതിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റാം. ആ തേങ്ങയുടെ ഒരു പച്ച ടേസ്റ്റ് മാറാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബീഫ് കറി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ബീഫ് കറി ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് കംപ്ലീറ്റ് ബീഫ് കറി ഇതിലേക്ക് ഒഴിക്കേണ്ട ആവശ്യമില്ല. ആദ്യം ഇതിൻ്റെ 1/4 ഭാഗം ഒഴിച്ച് ബാക്കി ഒരു 1/4 ഭാഗം അവിടെ ബാക്കി വെക്കുക. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇതിലേക്ക് അരി കൂടി ഇട്ട് മിക്സ് ചെയ്യുമ്പോൾ കറി കൂടിപ്പോവാനും പാടില്ല, കുറഞ്ഞു പോകാനും പാടില്ല. അതുകൊണ്ടാണ് കുറച്ച് അവിടെ ബാക്കി വെക്കാൻ പറയുന്നത്. അരി ഇട്ട് നോക്കിയതിന് ശേഷം ബാക്കി നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് ആദ്യം നമുക്ക് 1/4 ബീഫ് കറിയും ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ തേങ്ങയുടെ അരപ്പിലേക്ക് നമ്മുടെ ബീഫ് കറി നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരി ആഡ് ചെയ്യണം. അതിൽ മുന്നേ ഇത് തേങ്ങയുടെ അരപ്പ് കൂടി ഒഴിച്ചത് കൊണ്ട് ബീഫ് കറി ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് ഉപ്പുണ്ടോ നോക്കണം. ഉപ്പില്ല എന്നാണെങ്കിൽ കുറച്ച് ഉപ്പ് കൂടിയും ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി അത് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഇനി നേരത്തെ നമ്മൾ വേവിച്ച് വെച്ചായിരിക്കുന്ന അരി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കംപ്ലീറ്റ് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് ബീഫ് കറി അവിടെ ബാക്കി വെച്ചിട്ടുണ്ട്. ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ചും കൂടി ആവശ്യമുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ബാക്കിയുള്ളത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ കംപ്ലീറ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ മസാല നമ്മുടെ അരിയിലേക്ക് നല്ലോണം പിടിക്കണം. അവസാനമായിട്ട് ഒരു ഹാൻഡ്ഫുള്ള് മല്ലിയില കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. ഇതിപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട ഇത് കറി പോലെയാണ് ഉള്ളതെന്ന്. ഇതൊന്ന് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് വീണ്ടും നമുക്കൊന്ന് ലോ ഫ്ലെയിമിൽ വെക്കാം. 5 മിനിറ്റിന് ശേഷം ഞാനിത് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ട്. നമ്മുടെ ആ വെള്ളം പോലെയുള്ള കറിയൊക്കെ ഒന്ന് എന്താ പറയുക നല്ലോണം ആ ഒരു അരിയിലേക്ക് പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇത് ചൂടാറിക്കഴിഞ്ഞാൽ നല്ല കറക്റ്റ് പരുവത്തിൽ കിട്ടും. അപ്പോൾ ഇത് നമുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാനൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ അരിയിലെല്ലാം നല്ല അടിപൊളിയായിട്ട് നമ്മളെ ബീഫ് കറിയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. തീർച്ചയായും നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇത് ഇഷ്ടമാവും. നമുക്ക് ഈ അരി ഉരുട്ടിയെടുക്കേണ്ട ആ ഒരു പണി മാത്രമേ ഇതിലുള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവേതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടണും കൂടിയും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.